ഒരു പുരോഹിതനായിരുന്നുവെങ്കിലും നോർബർട്ട് ലൗകിക ജീവിതത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിയായിരുന്നു. 1115 നോർബർട്ടിന്റെ ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റമുണ്ടായത്. ഒരു ദിവസം നോർബർട്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു ഇടിമുഴക്കമുണ്ടാവുകയും വിശുദ്ധന്റെ തൊട്ടു മുൻപിലായി അതിശക്തമായ മിന്നൽ വെളിച്ചം പതിക്കുകയും ചെയ്തു. ഭയന്നുപോയ കുതിര വിശുദ്ധനെ ദൂരേക്ക് കുടഞ്ഞെറിഞ്ഞു. ഇതിനിടെ താൻ നയിച്ചു വരുന്ന ലൗകികമായ ജീവിത രീതികളെ പ്രതി തന്നെ ശാസിക്കുന്നതായ ഒരു ശബ്ദവും വിശുദ്ധൻ കേട്ടു. വിശുദ്ധ പൗലോസിന് സംഭവിച്ചതുപോലെ തന്നെ ഈ അനുഭവം വിശുദ്ധ നോർബർട്ടിൽ ഒരു സമൂലമായ മാറ്റത്തിന് കാരണമായി. തന്റെ സമ്പത്തും ഭൂമിയും വരുമാനവും ഉപേക്ഷിച്ച് ത്യാഗത്തിൻ്റെതായ ഒരു ജീവിതം നയിക്കുവാൻ വിശുദ്ധൻ തീരുമാനിക്കുകയും സുവിശേഷ പ്രഘോഷണത്തിനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ചെയ്തു. 1120 വിശുദ്ധൻ പ്രിമോൺസ്ട്രാറ്റൻഷ്യൻസ് എന്ന സന്യാസ സഭയ്ക്ക് സ്ഥാപനം നൽകി. പ്രിമോൺട്രിയിലായിരുന്നു അവരുടെ ആദ്യത്തെ ആശ്രമം. വിശുദ്ധ അഗസ്റ്റിന്റെ സന്യാസ നിയമങ്ങളായിരുന്നു ഈ സഭയും പിന്തുടർന്നിരുന്നത്. 1126 ഹൊണോറിയോസ് രണ്ടാമൻ പാപ്പ ഈ പുതിയ സന്യാസ സഭയ്ക്ക് അംഗീകാരം നൽകിയത്.